തമ്പി രാജേഷിന്റെ കുടുംബത്തിന്റെ പ്രതിഷേധം മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചു. ഇന്ന് പുലർച്ചെയാണ് എത്തിച്ചത്. പക്ഷേ ഇപ്പോഴും ആ കുടുംബം എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ഇരുന്ന് മൃതദേഹവുമായി പ്രതിഷേധിക്കുകയാണ്. ജിബിൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, വിഷയത്തിൽ പോലീസ് വരെ ഇടപെട്ടിട്ടുണ്ട്. പ്രതിഷേധം അവസാനിപ്പിച്ചോ? വിഷയത്തിൽ ഇപ്പോൾ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെയോട് കൂടിയാണ് 7:30 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച ഈ രാജേഷിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ ഈഞ്ചയിലുള്ള എയർ ഇന്ത്യയുടെ ഓഫീസിന് മുന്നിൽ സമരവുമായി എത്തിയത്. തുടർന്ന് അമൃതയുടെ അച്ഛനാണ് എയർ ഇന്ത്യ ഓഫീസിനകത്ത് കയറി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഇതിനുശേഷമാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തി എയർ ഇന്ത്യ അധികൃതരുമായി ചർച്ച നടത്തിയത്. അതിനുശേഷം അമൃതയുടെ ബന്ധുക്കളെയും ഓഫീസിനകത്തേക്ക് വിളിപ്പിച്ച് അവർ ചർച്ച നടത്തുകയുണ്ട്. ഇതിനുശേഷമാണ് തൽക്കാലം മൃതദേഹം ഇവിടെ നിന്ന് മാറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകാനും അതിനുശേഷം ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം എയർ ഇന്ത്യ അധികൃതരുമായി നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾക്ക് ചർച്ചയ്ക്കുള്ള അവസരമൊരുക്കാമെന്നും ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയതും അമൃതയുടെ അച്ഛൻ പ്രതിഷേധം അവസാനിപ്പിച്ച ശേഷം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ മൃതദേഹം ഇപ്പോൾ കരമന നെടുങ്കാടുള്ള അമൃതയും ഒക്കെ താമസിക്കുന്ന വാടക വീട്ടിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇനി അവിടെ വീട്ടിൽ ഒരുക്കിയിരിക്കുന്ന പൊതുദർശന ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഉച്ചയോട് കൂടി 1 മണിക്ക് ശേഷം തന്നെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ ഇവിടെ അമൃതയുടെ അച്ഛൻ പ്രതിഷേധവുമായി എത്തിയപ്പോൾ എയർ ഇന്ത്യ അധികൃതർ പറയുന്നത് ഇത് അവരുടെ സ്ഥാപനമല്ല, സഹോദര സ്ഥാപനം. അതായത് എയർ ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ കമ്പനിയുടെ കീഴിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ഇന്ത്യ ജെറ്റ്, അത്തരത്തിലുള്ള നാലോളം കമ്പനികൾ എയർ ഇന്ത്യയുടെ വിവിധ ബ്രാഞ്ചുകളായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൊരു സംഘടന, അപ്പോൾ ഇതിലുള്ള ഒരു ബ്രാഞ്ച് മാത്രമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്തം പറയാനാകില്ല എന്നാണ് എയർ ഇന്ത്യ അധികൃതർ ആദ്യഘട്ടത്തിൽ അമൃതയുടെ അച്ഛനോട് പറഞ്ഞത്. ഇതിനുശേഷമാണ് അമൃതയുടെ അച്ഛൻ എയർ ഇന്ത്യ ഓഫീസിനകത്ത് കയറുകയും ഇവരുടെ പ്രധാന കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തത്. ഇതിനെ തുടർന്നാണ് ഫോർട്ട് പോലീസിൽ വിവരം അറിയിക്കുകയും ഫോർട്ട് പോലീസ് സ്ഥലത്തെത്തി ഈ അമൃതയുടെ അച്ഛനുമായും അതുപോലെ തന്നെ എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയത്. എയർ ഇന്ത്യയുടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുള്ള PR തന്നെ നേരിട്ടെത്തി അമൃതയുടെ അച്ഛനുമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി ഫോർട്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ. ഇതിനുശേഷമാണ് ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനും മൃതദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയ ശേഷം എന്താണ് വേണ്ടതെന്നുള്ള കാര്യം അതുപോലെ തന്നെ എയർ ഇന്ത്യയുടെ അധികൃതരുമായി കുടുംബത്തിന് നേരിട്ട് സംസാരിക്കാൻ വേണ്ട ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഇഞ്ചയിലുള്ള എയർ ഇന്ത്യയുടെ ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന മൃതദേഹം, നമ്പി രാജേഷിന്റെ മൃതദേഹം തിരികെ ആംബുലൻസിലേക്ക് കയറ്റി ഇവർ താമസിക്കുന്ന കരമന നെടുങ്കാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകാനായി തീരുമാനിക്കുകയും അതിന്റെ കൂടെ തന്നെ ഈ മൃതദേഹം ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ശരി ജിബിൻ.